ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. ക്ലാസ്സിലുടനീളം ഞാൻ നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി അറിയാമെങ്കിൽ നിങ്ങൾ നമ്പറിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്കിനി ഡയറക്റ്റായി ക്ലാസ്സിലേക്ക് പോകാം. കമ്പ്യൂട്ടർ കനോട്ട് ഡു എനിത്തിങ് ഓൺ ഇറ്റ്സ് ഓൺ. നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ സ്വന്തമായി ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. It is the user who instruct the computer what to do, how to do and when to do. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്ന ഒരാൾക്ക് അനുസൃതമായിട്ടാണ് ഓരോ കമ്പ്യൂട്ടറും പ്രവർത്തിക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം. In order to perform any task, you have to give a set of instructions in a particular sequence to the computer. These sets of instructions are called programs. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടർക്ക് കൊടുക്കണം. ഇത്തരത്തിലുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് മേക്സ് ദ ഹാർഡ്വെയർ പെർഫോം എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ടാസ്ക് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. ഇത്തരത്തിൽ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മ്യൂസിക് പ്ലെയർ അതെന്താണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഹാർഡ്വെയർ ആയിട്ടുള്ള സ്പീക്കർ വഴി അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സോഫ്റ്റ്വെയറിൻ്റെ ധർമ്മങ്ങൾ എന്ന് നോക്കാം. അതിനു മുന്നേ തന്നെ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ദ ഫസ്റ്റ് പീസ് ഓഫ് സോഫ്റ്റ്വെയർ വാസ് റിട്ടൺ ബൈ ഡാഷ് ഇൻ ദ 19th century. ഓക്കെ, ചോദ്യം ഇതാണ്. 19ാം നൂറ്റാണ്ടിൽ ആദ്യമായി ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ എഴുതിയ ആളുടെ പേരെന്താണ്? ഉത്തരം അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോഫ്റ്റ്വെയർ ക്യാൻ ബി ക്ലാസിഫൈഡ് മെയിൻലി ഇൻ ടു ഫോളോയിങ് കാറ്റഗറീസ് ആൻഡ് സബ് കാറ്റഗറീസ്. താഴെ കാണുന്ന രീതിയിൽ നമുക്ക് കാറ്റഗറി ചെയ്യാം സോഫ്റ്റ്വെയറിനെ പ്രധാനമായും രണ്ട് തരത്തിലാക്കാം. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ OS വരുന്നു, ലാംഗ്വേജ് പ്രൊസസ്സർ വരുന്നു, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വരുന്നു. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ രണ്ട് ഭേദങ്ങൾ, ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. നമുക്ക് ആദ്യം സിസ്റ്റം സോഫ്റ്റ്വെയർ നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ്, ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് മാനേജിംഗ് ദ ഇൻഡിവിജ്വൽ ഹാർഡ്വെയർ കമ്പോണൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർസിനെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, അതിനെ നിയന്ത്രിക്കുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, അതിനെ ഏകീകരിക്കുക തുടങ്ങിയതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ധർമ്മം. സിസ്റ്റം സോഫ്റ്റ്വെയർ പെർഫോംസ് ടാസ്ക് ലൈക്ക് ട്രാൻസ്ഫറിങ് ഡേറ്റ ഫ്രം മെമ്മറി ടു ഡിസ്ക്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നു, കൂടുതലും ഒരു മെമ്മറിയെ മറ്റുള്ള ഡിസ്കിലേക്കൊക്കെ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനോ ഒക്കെ സഹായിക്കുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 categories. പ്രധാനമായും നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയറിനെ 3ആയി തിരിക്കാം. ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രൊസസ്സർ ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. നമുക്ക് ആദ്യം OS നോക്കാം. എന്താണ് OS? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിനെ സിസ്റ്റം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന പേരിലും അറിയപ്പെടുന്നു. An operating system is the most important software that runs on a computer. It manages the computer's memory, processors and all of its software and hardware. ഒരു OS അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പ്യൂട്ടറിനെ റൺ ചെയ്യിക്കുവാനായി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഓരോ OSഉം. Mainly an OS allows you to communicate with the computer without knowing how to speak the computer's language. നമുക്ക് കമ്പ്യൂട്ടറുമായി എങ്ങനെ സംസാരിക്കണം, കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്താണ്, ഭാഷ എന്താണെന്നൊന്നും മനസ്സിലാക്കി തരാതെ തന്നെ കമ്പ്യൂട്ടറുമായി നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്ന ഒരെണ്ണമാണ് ഇത് OS. വിത്തൗട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ എ കമ്പ്യൂട്ടർ ഈസ് യൂസ്ലെസ്. കമ്പ്യൂട്ടർ എന്താണ്, ഒരു ഉപയോഗമില്ലാത്ത വസ്തു തന്നെയാണ്. OSുമായി ബന്ധപ്പെടുത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. Most of the time there are many different computer programs running at the same time and they all need to access your computer CPU, central processing unit, memory and storage. The OS coordinates all of this to make sure each program gets what it needs. അതായത്
നമ്മുടെ ഇന്നത്തെ ടൈമിലുള്ള കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഒരുപാട് പ്രോഗ്രാം ഒരേ സമയം തന്നെ ചെയ്യാറുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ പാട്ട് കേൾക്കാറുണ്ട്, പാട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ള വർക്ക് ചെയ്യാറുണ്ട്, സ്പ്രെഡ്ഷീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ടൈമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ CPU-നെയും മെമ്മറിയെയും സ്റ്റോറേജിനെയൊക്കെ നമ്മൾ ആ സമയത്ത് ആശ്രയിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വരാതെ കൃത്യമായി കമ്പ്യൂട്ടറിനെ റൺ ചെയ്യിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഏത്, OS. The three most common operating systems for personal computers are Microsoft Windows, Apple Mac OS X and Linux. പ്രധാനപ്പെട്ട 3 നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന OS ആണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ആപ്പിൾ മാക് OS X ആൻഡ് ലിനക്സ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഡാഷ് മോണിറ്റർ വാസ് ദ ഫസ്റ്റ് OS ഫോർ എ പേഴ്സണൽ കമ്പ്യൂട്ടർ. ചോദ്യം മനസ്സിലായല്ലോ. ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അടുത്തതാണ് ലാംഗ്വേജ് പ്രൊസസ്സർ. ഇതിനെ നമ്മൾ സിസ്റ്റം ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന പേരിലും അറിയപ്പെടുന്നു. വി നോ ദാറ്റ് കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ മെഷീൻ കോഡ്, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സീറോസ് ആൻഡ് വൺസ്. നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ മനസ്സിലാക്കുന്നു. എങ്ങനെ മനസ്സിലാക്കുന്നു? 0, 1 എന്ന് പറയുന്ന 2 സംഖ്യകൾ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷനെയും കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നു. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റൈറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഡയറക്ട്ലി ഇൻ മെഷീൻ കോഡ്. നമുക്ക് തന്നെ അറിയാം കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെ ഡയറക്റ്റായിട്ട് മെഷീൻ കോഡിലേക്ക് മാറ്റാൻ പ്രയാസമാണ്. Nowadays the programs are written mostly in high level language. ഇന്നത്തെ സമയത്ത് ഈ പ്രോഗ്രാംസ് ഒക്കെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഹൈ ലെവൽ ലാംഗ്വേജിലാണ്. A program written in any high level programming language or written in assembly language is called the source program or source code. നമുക്ക് ഒക്കെ കേട്ടിട്ടുണ്ട് എന്താണ് സോഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ സോഴ്സ് കോഡ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ സിമ്പിളാണ്. അതായത് ഏതൊരു പ്രോഗ്രാമും ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? സോഴ്സ് പ്രോഗ്രാം എന്നോ അല്ലെങ്കിൽ സോഴ്സ് കോഡോ എന്ന് വിളിക്കാം. വളരെ സിമ്പിളായിട്ട് ലാംഗ്വേജ് പ്രൊസസ്സർ എന്താണെന്ന് വെച്ചാൽ ഓരോ ലാംഗ്വേജിനും എന്ത് ചെയ്യാം? നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ ലാംഗ്വേജ് പ്രൊസസ്സർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the special translator system software that is used to translate the program written in high level language or assembly language into machine code. അതായത് ലാംഗ്വേജ് പ്രൊസസ്സർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിലുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനെ എന്ത് ചെയ്യുക? മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഓരോ ലാംഗ്വേജ് പ്രൊസസ്സറിൻ്റെയും ധർമ്മം. അപ്പോൾ നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം ഇതാണ്. സോഫ്റ്റ്വെയർ റിട്ടൺ ഇൻ മെഷീൻ ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഡാഷ്. ചോദ്യം ഒരിക്കൽ കൂടി. സോഫ്റ്റ്വെയർ റിട്ടൺ ഇൻ എ മെഷീൻ ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഡാഷ്. ദ ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 3 ടൈപ്സ്: കമ്പൈലേഴ്സ്, ഇൻ്റർപ്രറ്റേഴ്സ് ആൻഡ് അസംബ്ലേഴ്സ്. നമ്മളെപ്പോഴും കൺഫ്യൂഷനിലായി പോകുന്ന 2 എണ്ണമാണ് കമ്പൈലേഴ്സും അസംബ്ലേഴ്സും. കമ്പൈലേഴ്സ് എന്താണെന്ന് നോക്കാം. ദ ലാംഗ്വേജ് പ്രൊസസ്സർ ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് ദ കംപ്ലീറ്റ് സോഴ്സ് പ്രോഗ്രാം ആസ് എ വോൾ ഇൻ മെഷീൻ കോഡ് ബിഫോർ എക്സിക്യൂഷൻ ഈസ് കോൾഡ് കമ്പൈലർ. The C and CPP compilers are best examples of compilers. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പൈലർ എന്നത് കൂടിയ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനായുള്ള ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അസംബ്ലർ. അസംബ്ലർ ഈസ് ദ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ഫോർ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് അസംബ്ലർ എന്നത് കുറഞ്ഞ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനായുള്ള ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർപ്രറ്റേഴ്സ്. The language processor that translates each statement of source program into machine code and execute it immediately. അതായത് ഈ ഒരു ലാംഗ്വേജ് പ്രൊസസ്സർ നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നു? സോഴ്സ് പ്രോഗ്രാമിൽ നിന്നും മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതെങ്ങനെ? വളരെ വേഗത്തിൽ തന്നെ കൺവേർട്ട് ചെയ്യുകയാണ് ഓരോ ഇൻ്റർപ്രറ്റേഴ്സിൻ്റെയും ധർമ്മം. അടുത്തതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇതിനെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റീസ് എന്ന പേരിലും വിളിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായി മനസ്സിലാക്കാനായി ഞാനിതിനെ 2ആയി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ മെയിൻ്റനൻസ് യൂട്ടിലിറ്റീസ് ആൻഡ് സെക്കൻഡ് വൺ സെക്യൂരിറ്റി യൂട്ടിലിറ്റീസ്. ഇതിൽ ആദ്യത്തെ നോക്കാം, മെയിൻ്റനൻസ് യൂട്ടിലിറ്റീസ്. പ്രധാനമായും ഇതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വൺ ബാക്കപ്പ്, സെക്കൻഡ് ഡിസ്ക് ക്ലീനർ, തേർഡ് ഡിസ്ക് ചെക്കേഴ്സ്. എല്ലാവർക്കും ഒന്നാമത്തെ കേട്ട് കാണും അല്ലേ? എന്താണ് ഫസ്റ്റ്? ബാക്കപ്പ്. നമ്മുടെ ഫോണിന് ബാക്കപ്പ് ഉണ്ട്, PC-ക്ക് ബാക്കപ്പ് ഉണ്ട് അല്ലേ? ഡെസ്ക് ടോപ്പിന് എന്തുണ്ട്? ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ ബാക്കപ്പ് എന്ന് വെച്ചാൽ ബാക്കപ്പ് മേക്സ് എ കോപ്പി ഓഫ് ഓൾ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ ഡിസ്ക് ആൻഡ് റീസ്റ്റോർ ചെയ്ത ദ
എൻറ്റയർ ഡിസ്ക് ഓർ സെലക്റ്റഡ് ഫയൽ. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസിൻ്റെയൊക്കെയോ അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ്റെയൊക്കെയോ ഒരു കോപ്പി എടുത്ത് സൂക്ഷിക്കുകയാണ് ബാക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഡിസ്ക് ക്ലീനർ. They can find files that are unnecessary to computer operation or that take up considerable amount of space. നമുക്ക് തന്നെ അറിയാം, ചില പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് സ്പേസ് നഷ്ടപ്പെട്ടു പോകും. ഡിസ്ക് ക്ലീനർ ഹെൽപ്സ് ദ യൂസേഴ്സ് ടു ഡിസൈഡ് വാട്ട് ടു ഡിലീറ്റ് വെൻ ദെയർ ഹാർഡ് ഡിസ്ക് ഈസ് ഫുൾ. ഓരോ ഡിസ്ക് ക്ലീനറുമാണ് തീരുമാനിക്കുന്നത് തങ്ങളുടെ ഹാർഡ് ഡിസ്ക് ഫുള്ളാവുമ്പോൾ ഏതൊക്കെ ഫയൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓരോ യൂസേഴ്സിനെയും എന്ത് ചെയ്യുന്നു, ഡിസ്ക് ക്ലീനേഴ്സാണ് ഹാർഡ് ഡിസ്ക് ഫുള്ളാവുമ്പോൾ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ ഫയൽ ഡിലീറ്റ് ചെയ്യാം എന്ന് നമ്മളെ സഹായിക്കുന്നത്. അടുത്താണ് ഡിസ്ക് ചെക്കേഴ്സ്. ദേ സ്കാൻ ദ കണ്ടൻറ്റ് ഓഫ് എ ഹാർഡ് ഡിസ്ക് ടു ഫൈൻഡ് ഫയൽസ് ഓർ ഏരിയാസ് ദാറ്റ് ആർ കറപ്റ്റഡ് ഇൻ സം വേ ഓർ വെയർ നോട്ട് കറക്റ്റ്ലി സേവ്ഡ് ആൻഡ് എലിമിനേറ്റ് ദം ഫോർ എ മോർ എഫിഷ്യൻ്റ്ലി ഓപ്പറേറ്റിംഗ് ഹാർഡ്വെയർ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കേടായതോ അല്ലെങ്കിൽ ശരിയായി സംരക്ഷിച്ചിട്ടില്ലാത്തതോ ആയ ഫയലുകളെ കണ്ടെത്തുന്നതിന് ഒരു ഹാർഡ് ഡിസ്ക് സ്കാൻ ചെയ്യാനും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഹാർഡ് ഡ്രൈവിനായി അവ ഒഴിവാക്കാനും കഴിയുന്ന ഒരു യൂട്ടിലിറ്റി പ്രോഗ്രാമാണ് ഡിസ്ക് ചെക്കർ. ഓക്കെ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൻ്റെ രണ്ടാമത്തെ പിരിവിലേക്ക് പോവുകയാണ്, സെക്യൂരിറ്റി യൂട്ടിലിറ്റീസ്. ഇതിൽ നിങ്ങൾ പ്രധാനമായും നോക്കേണ്ടുള്ളത് യൂസേഴ്സ് അക്കൗണ്ട്സ്, എൻക്രിപ്ഷൻ, ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ആൻഡ് ഫയർവാൾ. നമുക്ക് ആദ്യം യൂസർ അക്കൗണ്ട് നോക്കാം. ദിസ് അലൗസ് ദ യൂസർ ടു അലോക്കേറ്റ് സ്പെസിഫിക് യൂസേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് പേഴ്സണൽ ഫയൽസ് ആൻഡ് പ്രോഗ്രാംസ് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓരോ വ്യക്തിഗത ഫയലുകളെയും അല്ലെങ്കിൽ ഓരോ പേഴ്സണൽ ആയിട്ടുള്ള ഫയൽസിനെയും മറ്റുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അതുമല്ലെങ്കിൽ അനധികൃതരായിട്ടുള്ള ആളുകളിൽ നിന്നും സംരക്ഷിക്കുകയാണ് ഓരോ യൂസർ അക്കൗണ്ട് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ജിമെയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു യൂസർ നെയിമും പാസ്വേഡും തന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം മറ്റുള്ളവർ നിങ്ങളുടെ ഫയലിനെ ഹാക്ക് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമതാണ് എൻക്രിപ്ഷൻ. അടുത്തതാണ് എൻക്രിപ്ഷൻ. The utility encrypt data when it is stored or whenever it is transmitted over a network. അതായത് ഈ ഒരു യൂട്ടിലിറ്റി ഡേറ്റ സംഭരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴോ ഒരു നെറ്റ്വർക്കിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴോ ഇതെന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു. എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, ഇത് കൈമാറ്റം ചെയ്യുന്നു. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എന്നും നിൻ്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമ കണ്ടു കാണും അല്ലേ? അപ്പോൾ അതിനകത്ത് പൃഥ്വിരാജും പാർവതി എന്ത് ചെയ്യുന്നു, തങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, അതിനെ മാറ്റുന്നു അല്ലേ? അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഭാഷയെ മാറ്റുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു യൂട്ടിലിറ്റി ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോഴോ എന്ത് ചെയ്യുന്നു, അത് എൻക്രിപ്റ്റ് ചെയ്യുന്നു. അടുത്തതാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന്. ദിസ് സ്കാൻ ഫോർ കമ്പ്യൂട്ടർ വൈറസസ് ആൻഡ് കീപ്സ് യുവർ സിസ്റ്റം സെക്യൂർ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കമ്പ്യൂട്ടർ വൈറസിൽ നിന്നും കമ്പ്യൂട്ടറിനെ സെക്യൂർ ആക്കുകയാണ് ഓരോ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും. ലാസ്റ്റത്തെയാണ് ഫയർവാൾ. ഫയർവാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് യൂസ്ഡ് ടു ഫിൽട്ടർ ബിറ്റ്വീൻ ട്രസ്റ്റഡ് ആൻഡ് അൺട്രസ്റ്റഡ് നെറ്റ്വർക്ക്സ് ആൻഡ് പ്രിവെൻറ്റ് പ്രോഗ്രാംസ് ഫ്രം കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ യൂസ് ഓഫ് പോർട്സ്. പ്രധാനമായും ഓരോ ഫയർവാളിൻ്റെ ധർമ്മമെന്ന് വെച്ചാൽ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ളതും വിശ്വസനീയമല്ലാത്തതുമായിട്ടുള്ള നെറ്റ്വർക്കുകൾക്കിടയിലെ അതിനെ ഫിൽട്ടർ ചെയ്യാൻ, എന്ന് വെച്ചാൽ ഏത് തിരഞ്ഞെടുക്കണം ഏത് തിരഞ്ഞെടുക്കേണ്ട എന്നത് മനസ്സിലാക്കാനും ഒപ്പം തന്നെ ഇതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമുകൾക്കിടയിലൂടെ ആശയവിനിമയം നടത്തുന്നത് തടയാനുമാണ് നമ്മൾ ഫയർവാൾ ഉപയോഗിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു, ഒരു മതിലായി അവിടെ പ്രവർത്തിക്കുന്നു. എങ്ങനെയുള്ള മതിലാണ്? ഫയർ നിറഞ്ഞൊരു മതിൽ അല്ലേ, തീ പിടിച്ച ഒരു മതിലായി അവിടെ പ്രവർത്തിക്കുന്നു. ഇതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദേ ആർ ഡിസൈൻഡ് ടു അലോ ദ യൂസർ ഓഫ് ദി സിസ്റ്റം ടു കംപ്ലീറ്റ് എ സ്പെസിഫിക് ടാസ്ക് ഓർ സെറ്റ് ഓഫ് ടാസ്ക്. ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് കാണാൻ കഴിയും. എവിടെയാണ്? ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ ഒക്കെ കാണാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് അല്ലേ. ഇതെന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കോ അല്ലെങ്കിൽ ഒന്നിലധികം ടാസ്കുകളോ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരെണ്ണമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ.
എക്സാമ്പിൾസ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് സ്യൂട്ട് ഓഫ് പ്രോഡക്റ്റ്. നമുക്ക് തന്നെ അറിയാം മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സ്യൂട്ട് കേസിനകത്തുള്ള പ്രോഗ്രാംസ്, അതായത് ഓഫീസ് വരും, എക്സൽ വരും, വേർഡ് വരും, പവർ പോയിൻ്റ് വരും, ഔട്ട്ലുക്ക് വരും, തുടങ്ങിയതൊക്കെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബ്രൗസേഴ്സ് ആയിട്ടുള്ള ഫയർഫോക്സ്, സഫാരി, ക്രോം ഇതുമൊക്കെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ഞാൻ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സെക്കൻഡ് വൺ സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമുക്ക് എന്താണ് ഇതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. First one is general purpose application software. These are user-friendly software needed for general purpose such as preparing documents, drawing pictures, preparing presentations, playing games, etc. നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ് ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പ്രധാനമായും നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പിക്ചർ ഡ്രോ ചെയ്യണമെങ്കിലോ വരയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസൻറ്റേഷന് പ്രിപ്പയർ ചെയ്യണമെങ്കിലോ അതുമല്ലെങ്കിൽ ഗെയിംസ് ഏതെങ്കിലും കളിക്കണമെങ്കിലോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സം ഓഫ് ദി ജനറലൈസ്ഡ് പാക്കേജസ് ആർ വേർഡ് പ്രോസസ്സിംഗ്, സ്പ്രെഡ്ഷീറ്റ്സ്, പ്രസൻറ്റേഷൻസ്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർ സ്യൂട്ട്. ഓക്കെ, അവസാനത്താണ് സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. These are the applications that are customized to meet the specific requirements of an organization or institution. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേക ആവശ്യത്തിനായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, all schools need to have an administration system for their pupils. Such a system is useful only to schools and it cannot be used for anything else. അതായത് ഏതെങ്കിലും ഒരു സ്കൂളിന് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യമായി ബന്ധപ്പെട്ടിട്ടൊരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ സ്കൂളിൽ അത്തരം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു പർപ്പസിനും അതുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കേവലം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം കാര്യങ്ങൾ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, ഡാഷ് സോഫ്റ്റ്വെയർ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ വൗച്ചേഴ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ടാക്സേഷൻ. ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നുള്ള ഈ ഒരു ടോപ്പിക് 2-3 വട്ടം നന്നായി ആവർത്തിച്ച് കേട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.